ഇന്ന് അവിട്ടം. ഇന്നത്തെ ഒത്തുകൂടല് ഞങ്ങളുടെ വീട്ടിലാണ്. ഇന്ന് ചിക്കൻ കറി വെക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണ്. ഞാൻ വീട്ടിൽ നിന്ന് ചിക്കൻ കറി വെച്ച് കൊടുത്തതിന് ശേഷം പിന്നീട് വന്ന് ഫ്രഷ് ആയിട്ടാണ് ഇപ്പൊ വീട്ടിലേക്ക് പോകുന്നത്. അപ്പൊ ഇതാണ് ഞാൻ വെച്ച ചിക്കൻ കറി. നല്ല ചിക്കൻ കറി എന്നുള്ള അഭിപ്രായം എല്ലാവരിൽ നിന്നും കിട്ടി. പിന്നെ ചോറും പുളിശ്ശേരിയും പരിപ്പും കണവ റോസ്റ്റ്, മോരും വെള്ളം, സാമ്പാർ, പച്ചടി, അവിയല്, പാവയ്ക്ക മെഴുക്ക് പുരട്ടി, മുട്ടക്രോസ് തോരൻ, പിന്നെ അമ്മയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള അച്ചാറുകളും പായസത്തിലെ രാജാവായിട്ടുള്ള അടപ്രഥമനുമാണ് ഇന്നത്തെ നമ്മുടെ വിഭവങ്ങൾ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ദാ ഇവരാണ്, അമീർക്കയും കുടുംബവും. നമ്മുടെ തൊട്ടപ്പുറത്ത് താമസിക്കുന്നതാണ് അമീർക്കയും ഫാമിലിയും. ഒരു കൊച്ചു ബേക്കറി കടയാണ് അമീർക്കയ്ക്കുള്ളത്. പേര് സഫ ബേക്കറി എന്നാണ്. കടയിൽ ആള് വരുന്നത് കൊണ്ട് ഇക്ക പെട്ടെന്ന് കഴിച്ചിട്ട് പോയി. പിന്നെ ചേച്ചി വന്നു. ഇവിടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അപ്പുറത്ത് കുറച്ചു പേര് സംസാരിക്കുന്നുമുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നു. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സമയങ്ങൾ എന്ന് പറയുന്നത് വർഷത്തിൽ വല്ലപ്പോഴും മാത്രമേ നമുക്ക് വീണ് കിട്ടത്തുള്ളൂ. അത് മാക്സിമം എൻജോയ് ചെയ്യണം. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ടൊരു കട വരെ പോകണമായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി അതൊരു ജോളി ട്രിപ്പാക്കി. കടയിലൊക്കെ പോയിട്ട് വന്നപ്പോഴാണ് ഫ്രീസറിൽ ഐസ്ക്രീം ഇരിക്കുന്ന കാര്യം ഓർത്തത്. ഇന്ന് ഇക്കയും ഫാമിലിയും വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. കൈയോട് അതുകൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഐസ്ക്രീം പൊട്ടിക്കുന്നത് അനിയത്തിയാണെങ്കിലും ഇത് വിളമ്പാൻ ഞങ്ങൾ എല്ലാവരും കുറച്ച് പാടുപെട്ടു. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും 4 ഗ്ലാസ്സിൽ വിളമ്പി നല്ല സ്വാദിഷ്ടമായിട്ട് അത് കഴിച്ചു. പിന്നെ ഞങ്ങൾ എല്ലാവരും അനിയത്തിയുടെ വീട്, അതായത് എൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിലോട്ടാണ് പോയത്. ഈ കടൽ നീന്തിക്കടന്ന് വേണം പോവാൻ. അപ്പോൾ ഇതാണ് കുഞ്ഞമ്മയുടെ വീട്. ചെന്നപ്പോൾ ചിറ്റപ്പനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം ഞങ്ങൾക്ക് കുറച്ച് കറിവേപ്പില പിച്ചാൻ ബാക്ക് യാർഡിലേക്ക് പോയി. ഇത് എന്തു മരത്തിൻ്റെ സീഡാണെന്നറിയാമോ? കരിങ്ങോട്ട എന്ന് പറയുന്നൊരു മരത്തിൻ്റെ സീഡാണ്. പണ്ട് കാലത്ത് ഈ മെതിയടികളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന ഈ മരത്തിൻ്റെ തടിയാന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് അവിടെ ഒരു വാഴയിലെ വാഴക്കൂമ്പ് കണ്ടത്. സാധാരണ ഈ വാഴക്കൂമ്പ് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്തുള്ള തേൻ കുടിക്കാൻ നോക്കും. പിന്നെ ഞങ്ങൾ എല്ലാവരും മാറി മാറി ഓരോ തേൻ വെച്ച് കുടിച്ചു. പിന്നെ കറിവേപ്പിലയൊക്കെ പറിച്ച് അവിടുത്തെ പൊടിച്ചിയോട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞമ്മയുടെ അങ്ങ് ഇറങ്ങി. അങ്ങനെ പിന്നെ വീട്ടിൽ വന്നിട്ട് പിന്നീട് ചേച്ചിക്ക് അവരുടെ വീട്ടിലോട്ട് പോകണം. അങ്ങനെ ഓട്ടോയിൽ അവളെ കയറ്റി വിട്ടിട്ടാണ് ഞാൻ വീട്ടിലോട്ട് വന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ അവിട്ടം ദിനം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ.